നമസ്കാരം. കരയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനകളെ നമ്മൾ ഉത്സവങ്ങൾ കൊണ്ടുപോകാറുണ്ട്, തടി പിടിക്കാൻ കൊണ്ടുപോകാറുണ്ട്. ഒരാന ചന്തം തന്നെയാണ്, നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ആന എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു ചന്തമുണ്ട്, ഒരു സന്തോഷം തരും നമുക്ക്. നമ്മൾ റോഡിലൊക്കെ നടക്കുമ്പോൾ ഒരാന വരുന്നു, ആ ചങ്ങലയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആനയാണെങ്കിൽ നമുക്ക് വലിയ ആവേശമാണ്. ആനയുടെ ആ ഒരു വിളിയും കൊമ്പും തുമ്പിക്കൈയും ശരീരവും വാലും എല്ലാം നമുക്കൊരു കൗതുകമാണ്. ഈ ആനകൾ ഒരുപാട് ആളുകളെ ചവിട്ടിക്കൊല്ലുന്നു, അല്ലാതെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമാണ്. അതിൽ ഒരു മരണവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ വനംവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വനംവകുപ്പ് ചോദിച്ച് മേടിച്ചതാണ്. ആ വകുപ്പ് വേണം, കാരണം ഒരു തൊഴിൽ വകുപ്പ് നേരത്തെ മന്ത്രിയായിരുന്നു, അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വകുപ്പ് വേണം എന്നുള്ള നിലയിൽ അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള MP വീരേന്ദ്രകുമാർ ഒരു ദിവസം ഇരുന്നോളൂ, എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള മന്ത്രിമാർ ഇരുന്ന സ്ഥലമാണ് വനം വകുപ്പ്. ഇങ്ങനെ ആനകൾ ഇറങ്ങി ആരെയും ചവിട്ടിയുമില്ല, കൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത പ്രവർത്തികൾ നടത്തിയത് കൊണ്ടാണ് ആനക്കൂട്ടങ്ങൾ കൂട്ടമായി താഴേക്ക് ഇറങ്ങാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം, അത് പോട്ടെ, കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ കഴിഞ്ഞതിനെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കേണ്ട. പുതിയ മന്ത്രി ആനയുടെ ഈ ആന പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിക്ക് ഒരാന വഴിയിൽ ഇറങ്ങി നിന്നു. ആനയ്ക്കും പറയാനുണ്ട്. ഇതാണ് രസകരമായ കാര്യം. ആന പറയുന്നത് എന്താണ്? ആന പറയുന്നത് കാട്ടിനകത്ത് ആനത്താരകളും ആനവഴികളും ആനയ്ക്ക് പോകാനുള്ള അതിന് വെള്ളമുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ അതിനറിയാം. 3 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യം പോലും ആനയ്ക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെന്ന് പറയുന്നതിനേക്കാൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിജീവനത്തിൻ്റെ മന്ത്രവുമായിട്ടാണ് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. വളരെ സൂക്ഷ്മ ജീവിയാണ് ഉറുമ്പ്, വളരെ ചെറിയ ജീവിയാണ്. പക്ഷെ ആ ജീവിയുടെ ശരീരത്തിൻ്റെ ശരീരഭാരം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉണ്ടാവും, എത്ര ഗ്രാം ഉണ്ടാവും? പക്ഷെ അതിൻ്റെ 8 ഇരട്ടി ഭാരമുള്ള വസ്തു അരിമണികളും ധാന്യമണികളും ഒക്കെ തൻ്റെ പുറത്തെടുത്തോ വലിച്ചുകൊണ്ടോ പോയി വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അത് പിന്നെ എടുത്ത് കഴിക്കാനുള്ള കരുതലോടുകൂടി എടുത്തുകൊണ്ട് വയ്ക്കാനുള്ള ഒരു കഴിവ്, അത് എത്ര പ്രാവശ്യം വേണോ എടുത്തുകൊണ്ട് വരാനുള്ള കഴിവുണ്ട്. ഒരു ജീവിക്കും, ഉറുമ്പിനല്ലാതെ ഈ ഭൂമിയിൽ ഒരു ജീവിക്കും അങ്ങനത്തെ കഴിവ് കൊടുത്തിട്ടില്ല. നമുക്കാർക്കുമില്ല. നമുക്ക് നമ്മുടെ ശരീരഭാരത്തേക്കാൾ 8 ഇരട്ടിയുള്ള വസ്തു ചിലപ്പോൾ യൂണിയൻകാരൊക്കെ 1 പ്രാവശ്യം എടുക്കും, 2 പ്രാവശ്യം എടുക്കും. എത്ര പ്രാവശ്യം എടുക്കാൻ പറ്റും? ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രാവശ്യം എടുത്തുകൊണ്ട് വെച്ചാലും അതിന് ക്ഷീണം വരില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉറുമ്പ് മുതൽ ഓരോ ജീവിക്കും വലിയ അതിജീവന മന്ത്രങ്ങൾ ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? പ്രകൃതി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോഴി വലുതായിട്ട് കൂവും, വല്ലാതെ കോഴി കൂവും, പൂവൻ കോഴി. പക്ഷേ പിടക്കോഴിക്ക് പോലും ആ കൂവൽ അസ്വസ്ഥമാകൂല. നമുക്ക് ചിലപ്പോൾ തുടർച്ചയായിട്ട് കേട്ടാൽ നമുക്ക് അസ്വസ്ഥമാകും, അയ്യോ കോഴി കൂവുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പിടക്കോഴിക്ക് വരെ അത് അസ്വസ്ഥമാകില്ല, കാരണം അതിൻ്റെ ബോഡി സിസ്റ്റം അങ്ങനെയാണ്. അങ്ങനെ ഓരോന്നും ആനയ്ക്ക് ഞാൻ പറഞ്ഞു 3 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റും. മണ്ണിൽ അത് കാല് വയ്ക്കുമ്പോൾ മണ്ണിൻ്റെ നനവതിന് ഒരു പ്രദേശത്തിൻ്റെ ആകെ നനവതിന് ഫീൽ ചെയ്യും. അങ്ങനെ ആനയ്ക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഓരോ ജീവിക്കുമുണ്ട്. അതെന്തിന് കൊടുത്തിരിക്കുന്നു ചോദിച്ചാൽ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർക്ക് പ്രകൃതിയിൽ അതിജീവിച്ച് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അതിജീവനത്തിന് പോകാൻ കഴിയാത്ത ദിനോസറുകളും സസ്തനികളൊക്കെയാണ് ഇല്ലാതായിപ്പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ആന, കേരളത്തിലെ കാടുകളിലെ ആന മന്ത്രിയോട് പറഞ്ഞത്, അല്ലെങ്കിൽ പറയാനുള്ള നിവേദനം കൊടുക്കാനാണ് ആന രാത്രിയോടെ വന്നത്. അല്ലെങ്കിൽ ആ ഇരുട്ടത്ത് ആന അവിടെ വരേണ്ട കാര്യമില്ല. ആന വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കാട് എന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ടാകുന്നു, മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നു. രണ്ടുമുണ്ട്. സ്വാഭാവികമായ മാറ്റമുണ്ടാകുന്നു, ജനങ്ങൾ മാറ്റമുണ്ടാകുകയും ചെയ്യുന്നു. വ്യാപകമായി കാട് കയ്യേറുന്നതിൻ്റെ ഫലമായി കാട്ടിലെ ജലസ്രോതസ്സുകളിൽ ജലമില്ലാത്ത അവസ്ഥ വരുന്നു. കുടിക്കാൻ ആനയ്ക്കുൾപ്പെടെ വെള്ളമില്ല. അതുകൊണ്ടാണ് അത് കിലോമീറ്ററുകൾ താണ്ടി പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ വരുന്നത്. ആനയ്ക്ക് കഴിക്കേണ്ടുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ എണ്ണവും വനങ്ങളിൽ കുറഞ്ഞു വരുന്നു. ആനത്താരകൾ എന്ന് പറയുന്ന ആനകൾക്ക് നടക്കാൻ ആനകൾ തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള വഴികൾ കൃത്യമായി നമ്മൾ റോഡ് വെട്ടിയും അല്ലാതെയും മനുഷ്യർ അടച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പുതിയ വഴി കണ്ടുപിടിക്കും. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രാവശ്യം ഒരു ആനയെ കണ്ടാൽ
ആ ആനയെ വെടിവെക്കുകയോ അതിനെ തല്ലുകയോ അതിനെ കല്ലെടുത്തെറിയുകയോ ഒക്കെ ചെയ്യുന്ന പ്രവണത മനുഷ്യർ കാണിക്കാറുണ്ട്. അങ്ങനെ ഒന്ന് മുറിവേറ്റാൽ ആന അത് തിരിച്ച് പ്രതികരിച്ചിരിക്കും. അങ്ങനെ മുറിവേൽപ്പിക്കുന്നവരെയാണ് ആന കൂടുതൽ ശല്യം ചെയ്യുന്നത്. പക്ഷേ എ എന്ന് പറയുന്ന ആളായിരിക്കും മുറിവേൽപ്പിച്ചത്, ബി ആയിരിക്കും കൊല്ലുന്നത്. ആനയ്ക്ക് അങ്ങനെ സുരേഷാണ് മുറിവേൽപ്പിച്ചത്, സുരേഷിനെ കണ്ടുപിടിച്ച് കൊല്ലാൻ പറ്റത്തില്ല. ചിലപ്പം സുരേന്ദ്രനെ ആയിരിക്കും കൊല്ലുന്നത്. അതാണ് അതിൻ്റെ വിഷയം. എന്തായാലും നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്, ഒരു വീട്ടിലേക്ക് ഒരു ആന, റോഡ് വഴി ആന പോയപ്പോൾ ആനയുടെ പിറകെ നടന്ന് ശല്യം ചെയ്ത് അത് തിരിഞ്ഞോടി ഒരു വീട്ടിനകത്ത് കയറി മതിലൊടിച്ചുകൊണ്ട് കയറി ഒരാളെ കൊന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർ പരാക്രമികളേ അല്ല. അതിനെ നമ്മൾ വല്ലാതെ പീഡിപ്പിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ഒക്കെയാണ് അത് പരാക്രമികളായി മാറുന്നത്. അല്ലെങ്കിൽ അതിന് വിശക്കണം, ഒന്നുകിൽ അതിന് വിശപ്പും ദാഹവും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവരെ ഉപദ്രവിക്കണം. ഈ രണ്ട് കണ്ടീഷനിൽ മാത്രമേ മൃഗങ്ങൾ ബഹളമുണ്ടാക്കുകയുള്ളൂ. കാട്ടിൽ മാനിനെ തിന്നുന്നവരാണ് സിംഹം. അതിനുമുണ്ടൊരു തിയറി, സിംഹം ഒരിക്കലും ചെറിയ മാനുകളെ തിന്നാറില്ല, പ്രായമായ മാനുകളെയാണ് കൂടുതൽ തിന്നുന്നത്. ചെറിയ മാൻ അടുത്ത് വന്നാലും ഒരു ഉപദ്രവം ഉണ്ടാക്കാറില്ല. സിംഹത്തിന്റെ പുറത്ത് കയറി കളിക്കുമെന്നാണ് പറയുന്നത് മാനുകൾ. അതേസമയം വലിയ മാനുകൾ പ്രായമായ മാനുകളെ തിന്നും. കാരണം സിംഹത്തിന് കിട്ടിയിരിക്കുന്ന അറിവ്, ചെറിയ മാനുകളെ ഞാൻ തിന്നാൽ, അല്ലെ ഞങ്ങൾ സിംഹം തിന്നാൽ വലിയ മാനുകൾ അല്ലാതെ ചത്തുപോവുകയും ഞങ്ങൾക്ക് പിന്നെ മാനുകളെ കിട്ടാതെ വരും. അതുകൊണ്ട് വലിയ മാനുകളെയാണ്, പ്രായമുള്ള മാനുകളെയാണ് കഴിക്കുന്നത്. ആഹാരം ആവശ്യത്തിന് മാത്രമേ കഴിക്കുക. ആവശ്യം മീൻസ് വിശപ്പടക്കി കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും കൊല്ലില്ല, ഒരു ജീവിയും മറ്റൊരു ജീവിയെയും കൊല്ലുന്ന പ്രശ്നമില്ല. ഇതാണ് കാടിലേക്ക് നിയമം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നുകിൽ ഭക്ഷണം കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും അവർ ഉപദ്രവിക്കുന്നു. ഈ 3 കണ്ടീഷൻ, അല്ലെങ്കിൽ ആനത്താരകൾ കൊട്ടിയടയ്ക്കുന്നു. ഈ 4-5 കണ്ടീഷനിലാണ് ആന ബഹളമുണ്ട്. അല്ലെങ്കിൽ അസുഖം വരണം, മദം പൊട്ടി അസുഖം, അത് വേറൊരു കണ്ടീഷനാണല്ലോ, അതിപ്പോൾ എല്ലാവർക്കും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന പറഞ്ഞ നിവേദനം കേൾക്കണം. വളരെ കൃത്യമായി ഫോറസ്റ്റ് വകുപ്പിൽ ആനയെ സംരക്ഷിക്കാനുള്ള, വന്യജീവികളെ സംരക്ഷിക്കാനുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കണം. ആ പാക്കേജിൽ കാടിൻ്റെ തീരത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, ടൂറിസം ആകട്ടെ, റിസോർട്ടുകളാകട്ടെ, അനധികൃത റോഡുകളാകട്ടെ, കോറി, അനധികൃത കോറി വലിയ രീതിയിൽ ഇപ്പോൾ വലിയ മിഷ്യനൊക്കെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും പ്രാകൃതമായ രീതിയിലുള്ള പഴയ രീതിയിലുള്ള കോറിയിങ് ഉണ്ട്. അനധികൃതമായ കോറിയിങ്, ഇതെല്ലാം വലിയ പ്രതിസന്ധിയാണ്. ശബ്ദമുണ്ട്, കാട്ടിൽ വരുന്ന ശബ്ദം, മഴയിലെ വ്യത്യാസം, ജലസ്രോതസ്സുകളിലെ വറ്റൽ, വറ്റിപ്പോകുന്നത്, ഭക്ഷണം കിട്ടാതിരിക്കുന്നത്, അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു നിവേദനം കൊടുക്കാനാണ് ആന ഷിബു ബേബി ജോൺ മന്ത്രിയുടെ അടുത്ത് എനിക്ക് തോന്നുന്നു ആ നിവേദനം കിട്ടിക്കാണും. അതിന് പറയാൻ പറ്റുന്ന ഭാഷയിൽ അത് പറഞ്ഞു കാണും. അല്ലെങ്കിൽ അതിനെ പരിപാലിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പ്രാദേശിക ജനങ്ങൾക്കും ആദിവാസികൾക്കും അത് പറയാൻ കഴിയും. ആക്ടിവിസ്റ്റുകളും ഇവിടെയുണ്ട് ഒരുപാട്. അവരെ വിളിച്ച് മന്ത്രി കേൾക്കുക, ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിച്ചാൽ ആനയെ നമുക്ക് രക്ഷിക്കാം, ആൾക്കാരുടെ ജീവനും നിലനിർത്താം.